നമസ്കാരം. ഗീത മരുന്നാണ് എന്ന് ഉള്ള ഗീതയെ ആസ്പദമാക്കിയുള്ള ചില വീഡിയോകൾ ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. മുൻപുള്ള വീഡിയോകളിലൊന്നും പറയാത്ത ഒരു കാര്യം, അതായത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കൂടുതൽ സംശയമുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഭക്തി, മുക്തി, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട്. എന്താണ് ഭക്തി, എന്താണ് മുക്തി? ഈ വിഷയമാണ് ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് വലിയ പണ്ഡിതോചിതമായ സംഗതിയൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ആളുകൾ പലതരത്തിൽ പുസ്തകങ്ങളായിട്ടും മറ്റേ തരത്തിലും വീഡിയോകളായിട്ടും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. ഇത് എൻ്റേതായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഭഗവത്ഗീത ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ അതിനെ കാണുകയും വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാം. അക്കൂട്ടത്തിൽ എനിക്കുണ്ടായ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ നമ്മുടെ ഭാരതം ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിലാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു രാജ്യമായിരിക്കും ഭാരതം. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. വളരെ പ്രാചീന കാലം തൊട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം ഇതാണ്. ഇതിൽ ഊന്നിയ ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. ആധ്യാത്മിക പ്രഭാവമുള്ള, ആധ്യാത്മിക ഔന്നത്യമുള്ള ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. അത് ഇപ്പോഴൊന്നുമല്ല, പ്രാചീന കാലം തൊട്ട് തുടങ്ങിയതാണ്. അത് ആദ്യമൊക്കെ നമ്മുടെ ആചാര്യന്മാർ, അതായത് ബുദ്ധിജീവികൾ, ഈ പ്രപഞ്ചത്തെയും ഈശ്വരനെ പറ്റിയും മനുഷ്യനെ പറ്റിയും ഒക്കെ പഠിക്കാൻ തുടങ്ങിയ ആൾക്കാർ ചിന്തിച്ച കാര്യങ്ങളാണ്. അത് അവർ പുസ്തകങ്ങളായിട്ട് എഴുതി വയ്ക്കാനൊന്നും അന്ന് അക്ഷരങ്ങളോ ലിപികളോ ഒന്നും ഇല്ലാത്തതിനാൽ അവർ വാഗ്മയമായിട്ട് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, ശിഷ്യൻ കാണാതെ പഠിച്ച് അടുത്ത ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വാഗ്മയമായിട്ടാണ് ആദ്യം ഈ തത്വങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ വേദങ്ങളെല്ലാം ഈ ലിപികളിൽ കൂടിയല്ല വന്നത്, ആളുകൾ, ആചാര്യന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് വന്നത്. ഇങ്ങനെ വന്ന കാര്യങ്ങളാണ് പിൽക്കാലത്ത് ലിപികളൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ആൾക്കാർ എഴുതി വെച്ച വേദങ്ങളും വേദാന്തങ്ങളും ഒക്കെ. നമ്മുടെ നാട്ടിൽ പലതരത്തിൽ ഈശ്വരനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തരത്തിൽ മാത്രമല്ല, പലതരത്തിലുണ്ടായിട്ടുണ്ട്. പല മതങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഭാരതത്തിൽ ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്ന 6 ദർശനങ്ങൾ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലുള്ള ഒരു പ്രധാന ദർശനമാണ് വേദാന്ത ദർശനം. ഈ വേദാന്ത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് നാം കണക്കാക്കുന്നത് വേദവ്യാസ മഹർഷിയാണ്. അദ്ദേഹമല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഉപജ്ഞാതാവ്. അദ്ദേഹം ഈ വേദാന്ത ദർശനത്തിനെ ഒന്ന് ക്രോഡീകരിച്ചു, അതിനെ ഒന്ന് അടുക്കി ചിട്ടപ്പെടുത്തി എടുത്തു, അത് വ്യസിച്ചു, അതായത് വേദത്തെ വ്യസിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിൻ്റെ എഡിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വേദവ്യാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആണ് ഈ വേദാന്ത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഈ വേദങ്ങളെ അദ്ദേഹം പഠിക്കുകയും അതിൽ തുടർന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം അദ്ദേഹം അടുക്കിപ്പറക്കി വയ്ക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് വേദവ്യാസ മഹർഷി. അതുകൊണ്ട് വേദാന്ത ദർശനത്തിലെ എല്ലാ തത്വങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയതൊന്നുമല്ല. അത് ഒരുപാട് ആചാര്യന്മാർ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ വേദാന്ത ദർശനത്തിലുള്ളത്. വേദങ്ങളിലും വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്തുകളിലും ഉണ്ടായത്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് വ്യാസമഹർഷി എഴുതിയത് തന്നെയാണ്. അദ്ദേഹം ഒരു വലിയ നോവൽ എഴുതി, മഹാഭാരതം എന്ന പേരിൽ. അതിൻ്റെ മധ്യത്തിലാണ് ഈ നമ്മുടെ ഭഗവത്ഗീത കാണുന്നത്. അപ്പോൾ അത് എഴുതിയത് അദ്ദേഹം തന്നെയാണ്. പക്ഷേ അത് വേദാന്ത ദർശനത്തിൻ്റെ അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം എഴുതി ഈ ഭഗവത്ഗീതയിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഈ വേദാന്തത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്കിവിടെ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യങ്ങളില്ല. പ്രപഞ്ചത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ദർശനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞു, ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചരൂപിയായിട്ട് നമുക്ക് കാണാം.
പ്രപഞ്ചത്തെ ഈശ്വരനായിട്ട് കാണാം, പ്രപഞ്ച ശക്തിയെ ഈശ്വരൻ്റെ ചൈതന്യമായിട്ട് കാണാം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൻ്റെ തരത്തിൽ തന്നെയാണ്, അതിൻ്റെ പോലെയുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം പ്രപഞ്ചം കൂടെ കൂടെ സൂക്ഷ്മമാവും, പിന്നെ സ്ഥൂലമാവും, അത് സ്പന്ദിക്കും. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ ഈ പ്രപഞ്ചത്തിനുണ്ട്. പ്രപഞ്ചം മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഉണ്ട്. അതേപോലെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ്, അതിൻ്റെ ഒരു സൂക്ഷ്മമായ രൂപമാണ്. അതിനുമെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട്. അതും കൂടെ കൂടെ സ്ഥൂലമാവും, സൂക്ഷ്മമാവും, സ്പന്ദിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലെല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നൊക്കെ ഈ വേദാന്തത്തിൽ പഠിക്കുന്നു. സ്ഥൂലം, ഈ പ്രപഞ്ചം നമ്മളിപ്പോൾ കാണുന്നത് സ്ഥൂല രൂപത്തിലാണ്. ഈ പ്രപഞ്ചം കോടാനുകോടി കൊല്ലങ്ങൾ, ഒരുപക്ഷെ മന്വന്തരങ്ങൾ ഒക്കെ കഴിയുമ്പോൾ, കോടാനുകോടി കൊല്ലം കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം സൂക്ഷ്മരൂപത്തിലാവും എന്ന് വേദാന്തം പറയുന്നു. അതായത് ഇതൊന്നുമല്ലാതെയാവും. പക്ഷേ ഇതിൻ്റെ ഈ ശക്തി, അതാണ് ഭഗവാനെന്ന് നാം കാണുന്ന പരമാത്മ ചൈതന്യം. ഈ പ്രപഞ്ചത്തിലുള്ള ആ ചൈതന്യം അത് എല്ലാ വസ്തുക്കളിലും ഉണ്ട്, ഓരോ അണുവിലും ഉണ്ട്. അപ്പം ഈ ശക്തി ഒരിക്കലും ഒരു സ്ഥലത്തും പോകുന്നില്ല. ഈ സ്ഥൂലമായ വസ്തു സൂക്ഷ്മമാകും, പക്ഷേ ഈ സൂക്ഷ്മമായ വസ്തുവാണ് ഈ പ്രപഞ്ച ശക്തി എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യം, ബ്രഹ്മം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ഒരു സ്ഥലത്തും പോകുന്നില്ല, അതിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്ഥൂലമായ സംഗതി സൂക്ഷ്മമാകും, പ്രപഞ്ചം ഒരിക്കൽ സൂക്ഷ്മമാകും, കാണാതെ ആവും. പിന്നെ കോടാനുകോടി കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും അത് പഴയതുപോലെ രൂപപ്പെട്ട് വരും. അതുപോലെ ഇതിനകത്തുള്ള വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്രപഞ്ചത്തിലുള്ളതുപോലെയുള്ള കാല വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് മനുഷ്യൻ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനും സ്ഥൂലമാവും, സൂക്ഷ്മമാവും, വീണ്ടും സ്ഥൂലമാവും, സൂക്ഷ്മമാവും. അപ്പോൾ ഈ എങ്ങനെയാണ് ഈ സ്ഥൂലവും സൂക്ഷ്മവും ആവുന്നത്? ഇതിന് എല്ലാം കാരണക്കാരനാണ് ഈശ്വരനാണ്. ഈശ്വരനാണ് ഇതിനെല്ലാത്തിനും കാരണം. ഈശ്വരൻ്റെ കൺട്രോളിലാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ സ്ഥൂലമാകുന്നത് എപ്പോഴാണ്? നമ്മൾ ജനിക്കുമ്പോഴാണ് നമ്മൾ സ്ഥൂലമാകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറേ കാലം കഴിഞ്ഞ് ഒരു 10, 100, 120 കൊല്ലമൊക്കെയാണ് നമ്മൾ ജീവിതകാലമായിട്ട് പറയുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ മരിക്കും. ആ മരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളെ സ്ഥൂല അവസ്ഥ ഉപേക്ഷിക്കുകയാണ്, നമ്മൾ സൂക്ഷ്മ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതോടുകൂടി നമ്മൾ നശിക്കുന്നില്ല. നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ സ്വത്വം നശിക്കുന്നില്ല. അത് കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും ആ സ്ഥൂലഭാവം കൈവരിക്കും. അതിനെയാണ് ജനനം എന്ന് പറയുന്നത്. അതിന് ചില സൗകര്യങ്ങളൊക്കെ വേണം, ഒരു ഗർഭപാത്രം വേണം, അതിന് ചില ആൾക്കാരുടെ സഹായങ്ങളൊക്കെ വേണം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികൾക്കും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള സൂക്ഷ്മ സ്ഥൂല ഭാവങ്ങൾ, അപ്പോൾ നമുക്ക് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇത് വേദാന്തത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അപരം എന്ന് പറയുന്ന പ്രപഞ്ചം, പര എന്ന് പറയുന്നത് അതിൻ്റെ ശക്തി, പരാപര എന്ന് പറയുന്നത് അതിൻ്റെ കാരണക്കാരനായ ഏതിൽ നിന്നാണ് ഉണ്ടായത് അത്. അതേപോലെ ക്ഷരം, അക്ഷരം, അക്ഷരാതീതം എന്നൊക്കെ നമ്മൾ വേദാന്തത്തിൽ പഠിക്കുന്നുണ്ട്. ഈ ഗീതയിൽ അക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ അവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനിക്കുക, കുറേ കഴിഞ്ഞ് മരിക്കുക, പിന്നെ വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, ഇതൊക്കെ ഓരോ ജന്മത്തിലും ഓരോ പ്രാവശ്യം ജനിച്ചു മരിക്കുന്നതിന് ഒരു ജന്മം എന്ന് പറയും. അതാണ് നമ്മുടെ ഒരു ജീവിത കാലാവധി. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ മനുഷ്യരൂപത്തിൽ, ശരീരരൂപത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ജീവിക്കുന്ന അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ അതിങ്ങനെ കുറേ ആവർത്തിക്കുമ്പോൾ നമുക്കൊരു മടിയുണ്ടാവും. അപ്പോൾ നമുക്ക് കുറേ കാലം വിശ്രമം വേണം. അതിന് നമ്മൾ ആരെ സമീപിക്കും? നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ ഇതിവിടെ നിലനിർത്തുകയും പിന്നെ സംഹരിപ്പിക്കുകയും പിന്നെ സ്ഥൂലമാക്കുകയും സൂക്ഷ്മമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഭഗവാനാണ് ഇതിൻ്റെ ഉത്തരവാദി. അപ്പം ഭഗവാനെ നമ്മൾ അഭയം പ്രാപിച്ചിട്ട് പറയുകയാണ്, ഭഗവാനെ എനിക്ക് കുറച്ചാൾ വിശ്രമം തരണം. എനിക്ക് ഈ സ്ഥൂല ജനന മരണങ്ങൾ എന്ന് പറയുന്ന ഈ സംഭവങ്ങളിൽ കൂടെ ഞാനിങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അല്പം മനസ്സുസ്ഥമായിട്ട് എവിടെയെങ്കിലും കുറേ കാലം ഇരിക്കണം. അതിന് എനിക്ക് സ്വല്പം സമയം തരണം.
അപ്പോൾ ഭഗവാൻ നോക്കും, ഭഗവാൻ നമുക്കത് തരാനുള്ള അർഹതയുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് കുറച്ച് വിശ്രമം തരും. പക്ഷേ അത് പരമമായ വിശ്രമമല്ല, അത് ഒരിക്കലും പിന്നീട് ഉണ്ടാവില്ല എന്നില്ല. അത് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വരും, എങ്കിലും കുറേ ദീർഘകാലം നമുക്ക് വിശ്രമം ലഭിക്കും. ആ വിശ്രമത്തിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം എന്ന അർത്ഥമാണ്. അപ്പോൾ മോചനം വേണമെങ്കിൽ നമ്മൾ ബന്ധനത്തിലായിരിക്കേണ്ടത്. അപ്പം നമ്മൾ ബന്ധനത്തിലാണ്, ജനന മരണ രീതിയിൽ നമ്മളിങ്ങനെ ഒരു ചങ്ങല പോലെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ബന്ധനമാണ്. ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ മുക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ വേദാന്തത്തിൽ പറയുന്നത്, ഉപനിഷത്തുകളിലും എല്ലാം പറയുന്നത് ഇതാണ്. ഈ ഗീത ഒരു ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഗീതാ തത്വങ്ങൾ, അതിൽ പറയുന്ന മന്ത്രങ്ങളെല്ലാം ഉപനിഷത്താണ്, അപൗരുഷേയങ്ങളാണ്. ഈ ഉപനിഷത്തിന് അപൗരുഷേയം എന്ന് പറയും. അതായത് ഈ മനുഷ്യൻ കണ്ടെത്തിയതല്ല, ഈശ്വരൻ മനുഷ്യന് കാണിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. അതാണ് അപൗരുഷേയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അമൂല്യമായ സംഗതികളാണ് നമ്മളെ ഉപനിഷത്തിന്. ആയിരക്കണക്കിന് ഉപനിഷത്തുകൾ നമ്മളെ ഭാരതത്തിലുണ്ട്. പക്ഷേ വേദങ്ങൾ 4 എണ്ണമാണുള്ളത്. അതൊക്കെ ആൾക്കാർക്ക് അറിയാം. ഉപനിഷത്തുകൾ ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ ഗീതയെയും ഒരു ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഗീതയിൽ ഈ മുക്തിയെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ അത് പരാമർശിക്കുന്നില്ല. അത് വേദങ്ങളും ഉപനിഷത്തുകളും പഠിക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കുന്നത് ഈ ഭഗവത്ഗീതയിൽ ഈ മുക്തിയെക്കുറിച്ച്, മോക്ഷത്തിനെക്കുറിച്ച് എന്ത് പറയുന്നു. അവസാനത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം ദേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വൃജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, നീ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ അഭയം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് മുക്തി തരും. അനന്യ ചിന്തയന്തോ മാം യേജന മറന്നുപോയി, സോറി. അങ്ങനെ പല ശ്ലോകങ്ങളിലൂടെ പറയുന്നുണ്ട്, നീ എന്നെ പരിപൂർണമായി ആശ്രയിച്ചാൽ, അഭയം പ്രാപിച്ചാൽ നിനക്ക് ഞാൻ മുക്തി തരും എന്ന് പറയുന്നു. അപ്പോൾ നാം എങ്ങനെയാണ് ഭഗവാനെ അഭയം പ്രാപിക്കുന്നത്? അപ്പോൾ അവിടെ ഭക്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഭക്തി എന്ന് പറയുന്നത് എന്താണ്, ഇതൊക്കെ ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഗീത പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഗീതയിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഗീത ഒന്ന് വായിച്ചു പോയാൽ പോരാ, ഗീത പഠിക്കണം. അപ്പോൾ അതിൽ പറയുന്നു, നീ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിനക്ക് അഭയം തരാം, നിനക്ക് മുക്തി തരാം എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഭക്തനാവണം. അപ്പോൾ എന്താണ് ഭക്തി എന്ന് മനസ്സിലാക്കണം. അമ്പലത്തിൽ പോയി നേർന്ന് അവിടെ ചെന്ന് തൊഴുത് ഒരു മന്ത്രമൊക്കെ ചൊല്ലി അവിടെ വഴിപാട് നടത്തി വന്ന് ഭസ്മമൊക്കെ ചന്ദനമൊക്കെ മേടിച്ച് പ്രസാദമൊക്കെ മേടിച്ച് നമ്മൾ നെറ്റിയിലൊക്കെ ഇട്ടുകൊണ്ട് വരണം. അവരെയൊക്കെയാണ് നമ്മൾ ഭക്തരായിട്ട് കാണുന്നത്. ഭക്തി എന്ന് പറയുന്നത് എന്താണെന്ന്, യഥാർത്ഥ ഭക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ ഭഗവത്ഗീത അല്ല, ഈ ഉപനിഷത്തുകൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് വളരെ കുറച്ച് അറിവേ ഇതിനെക്കുറിച്ചുള്ളൂ. എങ്കിലും മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറയുന്നത് നമ്മളെ സ്വാർത്ഥ ചിന്ത വെച്ചും കൊണ്ട് അമ്പലത്തിൽ പോയി ഭഗവാന്റെ മുമ്പ് അപേക്ഷ നടത്തണമെന്നുമല്ല ഭക്തി. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനോട് നമുക്ക് നിതാന്തമായ വിശ്വാസവും സ്നേഹവും ബഹുമാനവും ആദരവും കടപ്പാടും ഒക്കെ ഉള്ള ഒരവസ്ഥയാണ്. അത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറാത്ത തരത്തിലുള്ള ആ ഒരു ഭാവം, അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അത് വേണം നമുക്ക്. അപ്പോൾ എല്ലാ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നിടത്തും പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈശ്വരനെക്കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസം വേണം. ഈശ്വരൻ ഉണ്ടോ? അതേ ഇല്ലേ? ഇത് കുറേ പേര് പറയണം ഉണ്ടെന്ന്, കുറേ പേര് പറയണം ഇല്ല. അങ്ങനെ വിശ്വസിച്ചാൽ പോരാ. ഈശ്വരൻ ഉണ്ട്,
അതിന് തെളിവ് കാണിച്ചതാ എന്നൊന്നും ആരും പറയില്ല. തെളിവ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ തെളിവ് കണ്ടെത്തിയാൽ നമ്മൾ ആരോടെയും അത് ബോധ്യപ്പെടുത്താൻ പോകണ്ട, ബോധ്യപ്പെടുത്താൻ പറ്റുകയില്ല. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ട. അപ്പം തെളിവ് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് നമ്മൾ ആ ഈശ്വരനെ അടിയുറച്ച് വിശ്വസിക്കുക. അപ്പോൾ ഈശ്വരനെ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ഈശ്വര ഭക്തി നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈശ്വരൻ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗീതയിലൂടെ. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പരിപൂർത്തിയാക്കിയാൽ മാത്രമേ നമ്മളൊരു ഭക്തനായിട്ട് നമ്മൾ ഭഗവാൻ കണക്കാക്കാനൊക്കും. ആദ്യമായിട്ട് ഗീതാതത്വം അനുസരിച്ച് നമ്മൾ ഭക്തനാവുക, ഈശ്വരനിൽ വിശ്വസിച്ചും കൊണ്ട് ഭക്തനാവുക. പിന്നെ നമ്മൾ ഈ ഭഗവത്ഗീതയിൽ പറയുന്ന പിന്നെ എന്താണ്, നമ്മൾ ജ്ഞാനമാർജിക്കുക. പരിപൂർണമായ ജ്ഞാനം, സ്വാർത്ഥപരമായ അറിവല്ല, നമ്മൾ നിസ്വാർത്ഥമായ നമ്മൾ പിന്നെ വിജ്ഞാനം നേടുക. പിന്നെ നമ്മൾ സൽക്കർമ്മം ചെയ്യുക. അപ്പോൾ സൽക്കർമ്മം എന്താണ്, ദുഷ്കർമ്മം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സൽക്കർമ്മം ചെയ്യുക, ത്യാഗമനോഭാവം കാണിക്കുക, പിന്നെ ഈശ്വരനിലുള്ള അടിയുറച്ച വിശ്വാസം, ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ഈശ്വരൻ മുക്തി തരും എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒന്നാമത് അടിയുറച്ച് ഈശ്വരനിൽ വിശ്വസിക്കുക. ഈ ഭഗവത്ഗീത തന്നെ പഠിച്ചാൽ മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കി ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിലിങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, സ്ത്രീക്കും വൈശ്യനും ശൂദ്രനും ഒക്കെ പാപയോനി പിറന്നാണെന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ വലിയ വീഡിയോയിൽ കൂടി പറഞ്ഞാൽ മാത്രം പോരാ. അത് പഠിക്കണം, അതിനെ വളരെ ആഴത്തിൽ ചിന്തിക്കണം, പഠിക്കണം, എന്നിട്ട് പറയണം അതെന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. 9-ാം അധ്യായത്തിൽ സ്ത്രീ വൈശ്യൻ ശൂദ്രൻ ഒക്കെ പാപയോനിയിൽ പിറന്നെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞത്, കാരണം എന്താണ് എന്നുള്ള ചിന്തിക്കാതെ ചുമ്മാ അങ്ങ് വീമ്പിളക്കി പറഞ്ഞത് ഞാൻ മറ്റവനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് പഠിക്കണം, ഗീത ശരിക്കും പഠിക്കണം. ഗീത വായിച്ചാൽ പോരാ, ഗീത പഠിക്കണം. ഗീത പഠിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇന്നതാണ് കാര്യം. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഗീത പഠിച്ചിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഭക്തി ഉണ്ടോ, നാം മുക്തിക്ക് അപേക്ഷിക്കാൻ യോഗ്യനാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മൾ വിലയിരുത്തുക, നമ്മളുടെ ജ്ഞാനത്തെ നമ്മൾ വിലയിരുത്തുക, നമ്മളുടെ ത്യാഗമനുഭവത്തെ വിലയിരുത്തുക, നമ്മളുടെ പിന്നെ അതുപോലുള്ള ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ എന്തെല്ലാം ചെയ്തു എന്നൊക്കെ വിലയിരുത്തുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിപാലിച്ചിട്ട് ഈശ്വരനോട് എനിക്ക് മുക്തി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞാൽ അല്ലേ മുക്തി തരും. ഇത് ചിലർക്ക് കേട്ടിട്ട് ചോദിക്കും, ഇയാൾ എന്തെന്ന് ഇത് ഈശ്വരൻ്റെ അടുത്ത് എന്ന് ചോദിച്ചാൽ ഈശ്വരൻ ഇയാൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇയാൾ എന്തിന് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയണം എന്ന് ചിലർ ചിന്തിക്കും. സാധാരണ ഇതിപ്പോൾ എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ അനുഭവത്തിൽ കൂടെയും ഞാൻ ഈ ഗീത പഠിച്ചതിന് എനിക്ക് കിട്ടിയ ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറയണേ. നിങ്ങൾക്കും ഗീത പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരും. ഇവിടെ മറ്റുള്ളവർ പറഞ്ഞത്, മറ്റുള്ള സ്വാമി പറഞ്ഞു, ആ സ്വാമി പറഞ്ഞു, ഈ സ്വാമി പറഞ്ഞു, ഭക്തി വേദാന്ത സ്വാമി പറഞ്ഞു, ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു, മറ്റേ സ്വാമി പറഞ്ഞു, അതല്ല. നമ്മൾ പഠിക്കുക, നമ്മൾ ഗീത പഠിക്കുക, ഗീത പഠിച്ചിട്ട് നമ്മൾ വിലയിരുത്തുക. അപ്പോൾ ഗീത പഠിക്കുമ്പോൾ നമുക്ക് വേദാന്തത്തിൻ്റെ ഭാഗമാണ് ഗീത. അപ്പം വേദാന്തം എന്താണ്, വേദം എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഗീത പഠിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല ഗീത. ഇത് ഇത്തിരി മുതിർന്ന ആത്മീയമായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവർക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ അടിത്തറ വേദാന്തം ഒക്കെ അല്പസ്വല്പം ഉപനിഷത്തുകളും അതും ഇതൊക്കെ പഠിക്കണം. അതൊക്കെ പഠിച്ചിട്ട് ഗീത പഠിച്ചാലേ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അല്ലാതെ ഗീത എടുത്തു വെച്ച് വായിച്ച് നോക്കിയിട്ട് അയ്യോ അതിലൊന്നും മനസ്സിലാവണില്ല, ഇതിലൊന്നുമില്ല എന്ന് പറയരുത്. അപ്പം ഗീത നമുക്ക് മുക്തി തരും മാത്രമല്ല, അത് ആത്മീയ ജീവിതം അല്ലെങ്കിൽ നമ്മളെ ഭൗതികേതരമായ ജീവിതത്തിലാണ് ഈ മുക്തിയും ഭക്തിയും അതൊക്കെ പറയുന്നത്. നമ്മളെ ഭൗതിക ജീവിതത്തിൽ ഗീത ഒരുപാട് ഉപയോഗം ചെയ്യും. അത് നമ്മളെ ചിന്തകളെ മാറ്റിയെടുക്കും. നമ്മളെ ചിന്തകളാണ് നമുക്ക് ഈ സുഖവും ദുഃഖവും ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് പ്രപഞ്ചത്തിൽ. അതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ അറിവാണ് ഇതിനെല്ലാം പ്രധാനം. അറിവ് നമ്മളിലുണ്ട്, അത് നമ്മളിൽ മറഞ്ഞു കിടക്കുന്നത്. എങ്ങനെ നമ്മൾ അറിവ് കൊണ്ടുവരണം, ഇതിനൊക്കെ പറ്റിയുള്ള കാര്യങ്ങൾ മരുന്ന് രൂപത്തിൽ തന്നെ, ഗുളിക രൂപത്തിൽ തന്നെ ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കഴിഞ്ഞ വീഡിയോകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതല്ല. ഇതൊന്നും ആധികാരികമായിട്ട് പറയാനുള്ള കഴിവോ പ്രാപ്തിയോ എനിക്കില്ല, അറിവോ ഇല്ല.
അപ്പോൾ അത് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്നെപ്പോലെയുള്ള സഹജീവികളായ നിങ്ങളോട് ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങൾ അതിൻ്റെ അപ്പുറമായിട്ട് ഒന്നും കാണണ്ട. നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ പരിശോധിച്ചാൽ ഒരുപാട് കാര്യം, ഗീത, ഇൻ്റർനെറ്റിൽ എത്രയോ തരത്തിലുള്ള ഗീതകൾ അതൊക്കെ ഉണ്ട്. അതെല്ലാം ശരി തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഗീത എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. അത് എത്രത്തോളം ആ ഗീത നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സാധാരണക്കാരന്, അതായത് പണ്ഡിതനല്ല, സാധാരണക്കാരന് ഭഗവത്ഗീത ഒരു മരുന്ന് പോലെ ഉപയോഗപ്പെടും എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ അനുഭവപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്തരം ചെറിയ വീഡിയോകൾ അവതരിപ്പിച്ചത്. ഇനിയും ഇതുപോലുള്ള സംഗതികൾ നമുക്ക് അവതരിപ്പിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം.